ശബരിമല വിജിലൻസ് ശക്തമായിരുന്നു. പോറ്റിക്ക് ആ പീഠം തിരിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. സഹോദരിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചു. അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും അന്വേഷിക്കപ്പെടുമെന്ന് പോറ്റി കരുതിയതല്ല. പോറ്റിക്ക് ഈ പറഞ്ഞ ആളുകളെല്ലാം നല്ല പിന്തുണ കൊടുത്തിട്ടുണ്ട്. ശ്രീ അടൂർ പ്രകാശിനുള്ള ഒരു കൊട്ടാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് ഈ പറഞ്ഞ ഇതിന് ശേഷമാണ് 2025 ആ ഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. എന്നാൽ താങ്കൾ ഇപ്പോൾ പറയുന്നു അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്, 2019 മുമ്പേ കണ്ടിട്ടുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു 2025 എന്ന്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കുറെ നാളായി മരിച്ചുപോയി എന്ന് ഞങ്ങളാണ് പറഞ്ഞത്. അടൂർ പ്രകാശ് പറഞ്ഞത് കള്ളമാണ് എന്നെങ്കിലും താങ്കൾ പറയൂ. അങ്ങനെയാണ് സോണിയാഗാന്ധിയുമായി ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത് അതിനു മുമ്പ്. ശ്രീ സേനാപതി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പൊതുസമൂഹത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാകട്ടെ, പാർട്ടികളാകട്ടെ, മുന്നണിയാവട്ടെ, അതിൽ ക്ലാരിറ്റി, ഈ പറഞ്ഞ വിഷയം വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് ആ ക്ലാരിറ്റി വരുത്തുന്നതിൽ നിങ്ങൾ വല്ലാതെ പിന്നിൽ നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. മറുഭാഗത്ത് സർക്കാരിനെക്കുറിച്ച് പറയുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ ആശ്വാസം ആത്മവിശ്വാസം എന്ന് പറയാവുന്ന ഒരു കാര്യം, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ ആ രണ്ടംഗ ബെഞ്ച് ഏതെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാതെ ആ സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി തുടർച്ചയായി അറിയിച്ച്, കോടതിയെ അറിയിച്ച് ബോധ്യപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ കോടതിയുടെ മുൻപിൽ ഏതെങ്കിലും തരത്തിൽ കോടതി ഗൗരവത്തിലെടുക്കുന്നതോ ആ നിലയിൽ അന്വേഷണ സംഘത്തെ സംശയിക്കുന്നതോ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് ഈ അന്വേഷണത്തിൽ ഇടപെടാതെ അതിനെ ആ ഉദ്യോഗസ്ഥർക്ക് പോകാൻ കഴിയുന്ന നിലയിലൊരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. കോടതിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ക്ലാരിറ്റി വരുത്താൻ സർക്കാരിന് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ അടൂർ പ്രകാശിനോ മറ്റോ നിർഭാഗ്യവശാൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നും ആ ചോദ്യം ചോദിക്കുന്നതിന്, പുതിയൊരു ചോദ്യം ചോദിക്കുന്നതിന് ഇടവന്നത്. ഒറ്റ കാര്യം, ഇതിൽ ഈ രണ്ടും മാറ്റിവെച്ച്, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സാമുദായിക സംഘടനയാണല്ലോ NSS. NSSൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഇന്ന് വാർത്തകളിൽ കണ്ടത് ഈ അന്വേഷണം ശരിയായി മുന്നോട്ട് പോകുന്നു എന്ന്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തെക്കുറിച്ചൊരു ക്ലാരിറ്റിയുടെ ഒരു ഉദാഹരണമല്ലേ അത് NSSൻ്റെ നിലപാട്. അവർ തന്നെ പറയുന്നത് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്. ഈ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടെന്നേ ശ്രീ സേനാപതി. ഒന്ന്, ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാറുമാണ് ദേവസ്വം ബെഞ്ചിലെ 2 അംഗങ്ങൾ. അപ്പോൾ അവധിക്കാല ബെഞ്ചിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ വിഷയം ചോദിക്കുന്നത്, ജാമ്യാപേക്ഷയുമായിട്ട്. ആരുടെ? N. വാസുവിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വാസു ഉന്നയിച്ചൊരു കണ്ടൻഷൻ തന്നെ അവിടെ സ്വർണ്ണപ്പാളി പൊതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കണ്ടൻഷൻ. അപ്പോൾ പിന്നെ അതിൻ്റെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് സ്വർണ്ണപ്പാളി വന്നു എന്നുള്ളത്. ഇവിടെ സജീഷ് ഉന്നയിക്കുന്ന ആരോപണം UDF വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പോറ്റി ആഗോള അയ്യപ്പ സംഗമത്തിൽ രംഗത്ത് വന്നു എന്നുള്ളത്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് 2025 സ്വർണം പോകുന്നത് 2019 അതായത് 25-ന് 6 കൊല്ലം മുമ്പാണ് സ്വർണം പോകുന്നത്. ഇതെങ്ങനെ കൊറോബറേറ്റ് ചെയ്യുന്നു? ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോറ്റി ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ UDF വേണ്ടിയാണ് രംഗത്ത് വന്നത്. 25-ൽ അയ്യപ്പ സംഗമം നടക്കുന്നു. സെപ്റ്റംബർ 28 ഡേറ്റ്, അത് ഒക്ടോബർ 28, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോ 25 അവസാനം നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ 2019 നടന്ന സ്വർണ്ണക്കൊള്ള ഇതെങ്ങനെ ഇത് രണ്ടുമായിട്ട് കൊറോബറേറ്റ് ചെയ്യുന്നത്? സോണിയാഗാന്ധിയുമായിട്ട് ചിത്രമെടുക്കുന്ന അതിനു മുമ്പ് സോണിയാഗാന്ധിയുമായി ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത് അതിനു മുമ്പാ. സജീഷ് ദീർഘിപ്പിക്കാതെ ഇടപെടാനുണ്ടെങ്കിൽ ഒട്ടും ദീർഘിപ്പിക്കരുത്. ഇത് ക്ലാരിറ്റി ഒരു 3 വാചകം മാത്രം. അല്ല ഞാനൊന്ന് പറഞ്ഞു. വിത്ത് യുവർ പെർമിഷൻ സർ, വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇടപെടുന്നു. അതായത് ശ്രീ സേനാപതി ചർച്ചയ്ക്കിടയിൽ കേട്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു. അതായത് ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം മുടക്കാൻ വേണ്ടി ഈ പീഠം കാണുന്നില്ല എന്ന് പറയുമ്പോൾ പോറ്റി ഉൾപ്പെടെ പ്രതീക്ഷിച്ചത് ആ പീഠത്തിൻ്റെ മുകളിൽ ചൊറഞ്ഞങ്ങ് നിൽക്കുമെന്നായിരുന്നു. എന്നാൽ ശബരിമല വിജിലൻസ് ശക്തമായിരുന്നു. പോറ്റിക്ക് ആ പീഠം തിരിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. സഹോദരിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചു. അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2010 ഇതൊന്നും അന്വേഷിക്കപ്പെടുമെന്ന് പോറ്റി കരുതിയതല്ല. പോറ്റിക്ക് ഈ പറഞ്ഞ ആളുകളെല്ലാം നല്ല പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ താങ്കൾ ഒരു തെറ്റ് ഇവിടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീ അടൂർ പ്രകാശിനുള്ള ഒരു കൊട്ടാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് ഈ പറഞ്ഞ ഇതിന് ശേഷമാണ് 2025
ആ ഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. എന്നാൽ താങ്കൾ ഇപ്പോൾ പറയുന്നു അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്, 2019 മുമ്പേ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ സജീഷ് നിങ്ങൾ പറഞ്ഞ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഒന്നും ഇപ്പൊ സോണിയാഗാന്ധിക്ക് ഇല്ല. അതെല്ലാം ഈ BJP ഗവൺമെന്റ് പിൻവലിച്ചതാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ സുരക്ഷ, നിങ്ങൾ UPA അധ്യക്ഷ ശക്തിയായിരുന്നയാള് കരുണാകരന് കാണാൻ പറ്റിയില്ല. കരുണാകരന് കാണാൻ പറ്റാത്തത് 2005 അന്ന് DIC രൂപീകരിച്ച് കരുണാകരൻ ഗോഡോത്ത് ഗോവിന്ദൻ നായരെ എന്താ പറഞ്ഞ വയലാർ രവിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കാണാനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ പറയുന്നത് സോണിയായിരുന്ന കാലഘട്ടവും അപ്പൊ ഇപ്പോ സോണിയാഗാന്ധി താങ്കളല്ലേ ഇപ്പോൾ പറഞ്ഞത് 2019 മുമ്പാണ് കണ്ടതെന്ന്. താങ്കൾ പറഞ്ഞ കാര്യം താങ്കളോട് മറന്നുപോയോ? താങ്കൾ തന്നെയാണ് പറയുന്നത് സോണിയാഗാന്ധിയെ 2019 മുമ്പാണ് കണ്ടതെന്ന്. താങ്കളുടെ നേതാവായിട്ടുള്ള വലിയ നേതാവ് പറഞ്ഞ UDF-ന്റെ കൺവീനർ പറയുന്നു 2025 കണ്ടതെന്ന്. കണ്ട സമയത്ത് അവിടെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇതേത് കാലഘട്ടം ഒരു കാര്യം അത് തന്നെയല്ലേ ഞങ്ങളും ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോടല്ല, പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു, താങ്കൾ നിർബന്ധമായും ഈ ചർച്ച കഴിഞ്ഞിട്ട് താങ്കളുടെ ഫോൺ എടുത്ത് ശ്രീ അടൂർ പ്രകാശിനെ വിളിച്ച് ചോദിക്കണം എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു 2025 എന്ന്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കുറെ നാളായി മരിച്ചുപോയി എന്ന് ഞങ്ങളാണ് പറഞ്ഞത്. അടൂർ പ്രകാശ് അടൂർ പ്രകാശ് പറഞ്ഞത് കള്ളമാണ് എന്നെങ്കിലും താങ്കൾ പറയൂ. അങ്ങനെയാണ് പ്രശ്നം തീർന്നു. അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളങ്ങളാണ്, വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ശ്രീ സേനാപതി പറഞ്ഞാൽ മതി. അതോടുകൂടി പ്രശ്നം തീർന്നു. ഞാൻ തർക്കിക്കാനൊന്നുമില്ല. സജീഷ്, ഞാൻ തർക്കത്തിനല്ലല്ലോ, ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി അങ്ങ് ഉയർത്തിയ ഒരു ആരോപണം എന്താണ്, പോറ്റി UDF-ന് വേണ്ടിയാണ് ഈ കള്ളങ്ങളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ പീഡനത്തെക്കുറിച്ച്. പോറ്റി 2025 ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പറയുന്നു 2019 നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ഇതെങ്ങനെയാണ് ഇത് ബന്ധപ്പെടുന്നത് എന്നുള്ളത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഫോട്ടോയിൽ നിൽക്കുന്ന ചിത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രമാണ്. ഞാൻ ആ ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനത് വളരെ കൃത്യമായിട്ടും ശ്രീ അടൂർ പ്രകാശ് എന്താണ് പറയുന്നത്? താങ്കൾ പറയുന്നതും ശ്രീ അടൂർ പ്രകാശ് പറയുന്നതും ഒന്നായിരിക്കണ്ടേ? നിങ്ങൾ രണ്ടുപേരും കോൺഗ്രസ് അല്ലേ? അല്ല കേക്ക്, അല്ല രണ്ടുപേരും കോൺഗ്രസ് അല്ലേ? എനിക്കിപ്പോ ഒരു സംശയം. താങ്കൾ കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള ആളല്ലേ, അല്ലാതെ നിരീക്ഷകനോ മറ്റോ ആണോ? അല്ലല്ലോ. കോൺഗ്രസ് ആണെന്ന് കരുതുന്നു. താങ്കളുടെ നേതാവാണ്, UDF കൺവീനർ ആണ് ശ്രീ അടൂർ പ്രകാശ് എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതല്ല ഇതിലെ കൺഫ്യൂഷന്റെ പ്രശ്നം. താങ്കൾ പറയുന്നതും ശ്രീ അടൂർ പ്രകാശ് പറയുന്നതും തമ്മിൽ യോജിക്കുന്നില്ല. താങ്കൾ അതൊന്ന് കൃത്യമായി പറയൂ. ഒറ്റ വാചകത്തിലെങ്കിലും താങ്കൾ പറഞ്ഞാൽ അടൂർ പ്രകാശ് പറയുന്നത് കളവാണ്, അവിടെ തീരും പ്രശ്നം. താങ്കളെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യതയോടുകൂടി വളരെ എന്താ പറഞ്ഞ കറക്റ്റായിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഏത് കാലത്ത് ജീവിച്ചിരുന്നു ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യതയോടുകൂടിയുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചോദിച്ച ഒരു ചോദ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയേണ്ട ചില കാര്യമുണ്ടെന്നേ. മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ എന്തുകൊണ്ട് അവർക്കൊരു ജാമ്യം പോലും കിട്ടാതെ അവർ ഈ 45 ദിവസമായിട്ട് ജയിലിൽ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് അത് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ കാര്യം അംഗീകരിക്കാതെ, എന്നാൽ ഹം സബ് ചോറ് എന്ന് പറയുന്ന പഴയൊരു പഴമൊഴി ഉണ്ടല്ലോ, ഞങ്ങൾ ഏതായാലും പെട്ടു, എന്നാ പിന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിരിക്കുന്നു, അവിടുത്തെ ചിത്രമുണ്ട്, അടൂർ പ്രകാശിന്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട്. ഈ ചിത്രങ്ങളൊന്നുമല്ല പ്രശ്നം. പ്രശ്നം സ്വർണ്ണക്കൊള്ള. ശബരിമലയിൽ നിന്ന് മോഷണം പോയിരിക്കുന്ന സ്വർണം ആർക്കൊക്കെ